എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഓണം സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു, അതിന്റെ ഒരു ഹാങ് ഓവർ ഒക്കെ മാറി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് നോർമൽ റുട്ടീനിലോട്ട് വരണ്ടേ. അപ്പോൾ ഞാൻ ഇന്ന് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന, ഓണത്തിന് ശേഷം ചെയ്യാൻ പോകുന്ന ഒരു ദോശയാണ്. അതായത് പെസരട്ട് എന്ന് അതിന് പറയാ, ഒരു ആന്ധ്ര റെസിപ്പിയാണ് ആക്ച്വലി ഇത്. നമ്മുടെ ചെറുപയർ വെച്ചിട്ടുള്ള ദോശ, ചെറുപയർ പരിപ്പ് വെച്ചിട്ടും ചെറുപയർ മൊത്തത്തിൽ വെച്ചിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ദോശയാണ്. ഒരു ഹെൽത്തി ദോശയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള പെസരട്ട് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് പെസരട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ചെറുപയർ വെച്ചിട്ടുള്ള ദോശയാണിത്. ഇതൊരു ആന്ധ്രാപ്രദേശ് റെസിപ്പിയാണ്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. അതിന് വേണ്ടി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപയർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തൊലിയോട് കൂടിയുള്ള പയറാണ് സാധാരണ രീതിയിൽ എടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് തൊലിയോട് കൂടിയുള്ള പയറില്ലാന്നുണ്ടെങ്കിൽ ചെറുപയറിൻ്റെ പരിപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ഒരു കളറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ പച്ച കളറുള്ള തൊലിയോട് കൂടിയുള്ള ചെറുപയറായിരിക്കും ഏറ്റവും നന്നായിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പയറിൻ്റെ ഉള്ളിലത്തെ എന്തെങ്കിലും കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ പറക്കി കളഞ്ഞതിന് ശേഷം നമുക്കിത് സോക്ക് ചെയ്യാൻ ഇടണം. ഞാനിപ്പോൾ ഇവിടെ 240 ml ഗ്ലാസ്സിൽ 1 ഗ്ലാസ് പയറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണ് എടുക്കുന്നത് ആ ഗ്ലാസിൻ്റെ പകുതി റൈസ് എടുക്കണം. അതായത് ഞാനിപ്പോൾ ഇവിടെ സാധാരണ പച്ചരി, നമ്മൾ ദോശയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന, അരയ്ക്കാൻ ഉപയോഗിക്കുന്ന പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. പച്ചരി ഇല്ലെങ്കിൽ സോനാ മസൂരി റൈസ്, അല്ലെങ്കിൽ പൊന്നിയരി, അതും അല്ലെങ്കിൽ ഇഡലി അരി, ഏത് അരി ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ റേഷ്യോ ഞാൻ 1:1 എന്നുള്ള റേഷ്യോയാണ് ഉപയോഗിക്കുന്നത്. 1 ഗ്ലാസ് പയറിന് 1/2 ഗ്ലാസ് അരി കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ കണക്ക്. അപ്പോൾ ഇത് ഞാനിത് രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. നന്നായി വാഷ് ചെയ്തതിന് ശേഷം വെള്ളത്തിലിടുക. ഇനി നമുക്ക് നന്നായി അരച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വൈറ്റ് റൈസാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നന്നായി കുതിർന്നിട്ടുണ്ട്. അപ്പോൾ രാത്രി നമുക്ക് കുതിർക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പകലാണെന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂറൊക്കെ കുതിർക്കുക. കൂടുതൽ സമയം കുതിർത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഒരു വളിച്ച മണം വരാൻ തുടങ്ങും ഈ പയറിൽ നിന്ന്. അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു 4 മണിക്കൂറൊക്കെ നിങ്ങൾ കുതിർത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അപ്പം തയ്യാറാക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. അതിനുശേഷം എപ്പോഴാണ് നിങ്ങൾക്ക് അരയ്ക്കേണ്ടത് ആ സമയം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം അരച്ചു വയ്ക്കുക. ഇത് അപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. അതല്ലാതെ ഫെർമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഫെർമെൻറ്റ് ചെയ്താലും കുഴപ്പമില്ല, അഥവാ ഫെർമെൻറ്റ് ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പോവുകയാണിത്. അപ്പോൾ നമുക്ക് ഇതാദ്യം തന്നെ അരച്ചെടുക്കണം. അരയ്ക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് ഐറ്റംസും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് വേണ്ടത് 1 പീസ് ഇഞ്ചി, ഒരുപാട് വലിയ പീസൊന്നും വേണ്ട, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 4 പച്ചമുളക്. പച്ചമുളകിൻ്റെ എരിവനുസരിച്ചും പിന്നെ നിങ്ങൾക്ക് വേണ്ട എരിവനുസരിച്ചും മാറ്റം വരും. ഞാനിപ്പോൾ ഒരു 4 പച്ചമുളക്, ഒരു മീഡിയം എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ വേണ്ടത് കുറച്ച് ക്യുമീൻ സീഡ്സ് ആണ്, അതായത് നല്ല ജീരകം, പിന്നെ കുറച്ച് കറിവേപ്പില, ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് നമുക്കിത് അരച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാർ എടുക്കുക. അതിലോട്ട് നമുക്ക് 2-3 ബാച്ചായിട്ട് ഇതങ്ങ് അരച്ചെടുക്കാം. പിന്നെ അരയ്ക്കുമ്പോൾ ഒരുപാട് അങ്ങ് ലൂസായിട്ട് അരയ്ക്കാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല. ആദ്യമേ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടങ്ങ് അരച്ചെടുക്കാം. അരിയും ഒരുമിച്ച് തന്നെ ഇട്ടാൽ മതി കേട്ടോ. ജീരകം ആദ്യമേ തന്നെ അങ്ങ് ഇട്ടേക്കാം. ഞാൻ ഒരുപാട് ജീരകമൊന്നും ഇടുന്നില്ല, ഒരു നുള്ളി ജീരകം ഇടുന്നുള്ളൂ കേട്ടോ. ഒരുപാട് ജീരകത്തിൻ്റെ ഫ്ലേവർ എനിക്ക് ഇഷ്ടമല്ല. മാത്രമല്ല നമ്മൾ ജീരകം, മൊത്തത്തിലുള്ള ജീരകം നിങ്ങളുടെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ജീരകത്തിൻ്റെ പൗഡർ ഇട്ട് കൊടുത്താലും മതിയാവും. ഒരു 1/2 ടീസ്പൂണോളം ജീരകത്തിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുക. അതേസമയം നിങ്ങൾക്ക് ജീരകം താല്പര്യമില്ലെങ്കിൽ ജീരകം മൊത്തത്തിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ. പച്ചമുളക് അങ്ങ് മുറിച്ചിടുക, ഇഞ്ചി മുറിച്ചിടുക. ആദ്യം തന്നെ ആദ്യത്തെ ബാച്ചിൽ ഇതങ്ങ് മുറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം. ഞാൻ പറഞ്ഞ പോലെ വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിക്കുക. ഞാനിപ്പോൾ ഈ വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത് കേട്ടോ. നല്ല വെള്ളത്തിലാണ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ നന്നായി വാഷ് ചെയ്യുക. പിന്നെ ശേഷം കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം നമുക്ക് ഉപയോഗിച്ചിട്ട് അരയ്ക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം അരയ്ക്കാം. കംപ്ലീറ്റ് ഇത് അരച്ച് ഞാൻ കൊണ്ടുവരാം. അപ്പോൾ നമ്മളിത് മൊത്തത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അല്പം ഉപ്പും കൂടെ ചേർത്ത് അരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ അരച്ച് വെച്ചിരിക്കുന്നത്. ഒരു അല്പം മാത്രം വെള്ളം ചേർത്തിട്ടുള്ളൂ. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1/4 ഗ്ലാസ്, കാലല്ല, ഒരു 1/2 ഗ്ലാസോളം വെള്ളം മൊത്തത്തിൽ ഒഴിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് എപ്പോഴും അരയ്ക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല ആദ്യമേ തന്നെ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ഞാൻ നോക്കട്ടെ. സ്പൈസിയാണ്, ഉപ്പുണ്ട്, എല്ലാം പെർഫെക്റ്റ് ആണ്. നമുക്ക് ഇനി ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് ഫെർമെൻ്റ് ആയതിനു ശേഷം 1-2 മണിക്കൂറിന് ശേഷം ഉണ്ടാക്കാം. അതല്ലെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ അപ്പം തന്നെ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കുക. ഞാനിപ്പോൾ ടെഫാലിൻ്റെ പാനാണ് ഉപയോഗിക്കുന്നത് കേട്ടോ, നോൺ സ്റ്റിക്കിൻ്റെ. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഇത് ഞാൻ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ. ഒരു മീഡിയം ചൂടായിരിക്കുന്ന സമയത്ത് വേണം നമ്മളിതിലോട്ട് മാവ് ഒഴിച്ചങ്ങ് പരത്തിയെടുക്കാൻ. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കട്ടി ദോശ പോലെ ഉണ്ടാക്കാം, അതല്ലെങ്കിൽ വളരെ നൈസായിട്ടുള്ള ദോശ പോലെ ഉണ്ടാക്കാം. അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് മാറ്റം വരും. പിന്നെ ക്രിസ്പി ദോശ ആവണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മൾ ചേർക്കുന്ന പ്രപ്പോർഷൻ ഇല്ലേ, അതായത് കൂടുതൽ അരി ചേർത്ത് കഴിഞ്ഞാലാണ് കൂടുതൽ ക്രിസ്പി ആവുക. അരി കുറയും തോറും ക്രിസ്പിനെസ് അങ്ങ് കുറയും, സോഫ്റ്റ് ആവും ദോശ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ക്രിസ്പി ദോശയാണ് കൂടുതൽ വേണ്ടതെന്നുണ്ടെങ്കിൽ കൂടുതൽ അരിയുടെ അളവും കൂട്ടുക. അതായത് 1:1 എന്നുള്ള റേഷ്യോ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. അത് ഡിപ്പെൻസ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം അനുസരിച്ച് അതിൻ്റെ റേഷ്യോ ഒക്കെ മാറ്റം വരുത്താം.
ഞാനിപ്പോൾ നൈസായിട്ടാണ് പരത്താൻ പോകുന്നത്. പിന്നെ അതിലോട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് പരട്ടാം, അതല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിക്കാം, എന്താ താല്പര്യം ചെയ്യാം. ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല. മാത്രമല്ല നിങ്ങളുടെ ഉപയോഗിക്കുന്നത് ഈ നമ്മുടെ അയണിൻ്റെ തവയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആദ്യം തന്നെ എണ്ണ പരട്ടാൻ മറക്കരുത്. അതിനുശേഷം മാത്രം മാവ് കോരി ഒഴിക്കുക, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ കേട്ടോ. നമ്മുടെ ദോശ തവ ചൂടായിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ചൂടാവാൻ പാടില്ല. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദോശ പരത്തുമ്പോൾ അതങ്ങ് ഒട്ടിപ്പിടിക്കും, പരത്താൻ പറ്റില്ല മര്യാദയ്ക്ക്. അപ്പോൾ കുറച്ച് മാത്രം മാവ് ഞാൻ ഒഴിക്കുന്നുണ്ട് ഇതിലോട്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള അനുസരിച്ച് ചെറുതാക്കിയിട്ടോ നൈസാക്കിയിട്ടോ കനത്തിലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് പരത്തി കൊടുക്കാം. ഇനി നമുക്കിത് ചെറിയ തീയിൽ വെക്കാം. എന്നിട്ട് ഒന്നും മുരിഞ്ഞതിന് ശേഷം ഞാൻ നല്ലെണ്ണ സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നെയ്യ് സ്പ്രിങ്കിൾ ചെയ്താലും നന്നായിരിക്കും. അടുത്ത പ്രാവശ്യം ഒഴിക്കുമ്പോൾ കുറച്ചും കൂടെ കട്ടി കുറയ്ക്കാൻ പോവാണ് ഞാൻ. അപ്പോൾ ആദ്യം ഒന്ന് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരുമ്പോൾ കുറച്ച് നല്ലെണ്ണ അങ്ങ് തടവി കൊടുക്കാം. ഒന്നില്ലെങ്കിൽ സ്പൂൺ കൊണ്ട്, അല്ലെങ്കിൽ ഇതേപോലെ ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് കൊണ്ട് കേട്ടോ. ഹെൽത്ത് കോൺഷ്യസ് ആണെന്നുണ്ടെങ്കിൽ എണ്ണ ഒന്നും ഉപയോഗിക്കേണ്ട. ഇത് ശരിക്കും ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചു നോക്കാൻ പറ്റുന്നൊരു ദോശയാണിത്. ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ചട്നി ഉണ്ട് കേട്ടോ, ജിഞ്ചർ ചട്നി അവരുടെ. അതിൻ്റെ പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നത് വെച്ച് നോക്കിയപ്പോൾ ജിഞ്ചർ എൻ്റെ അടുത്തില്ല. വേറെ ദിവസം ഞാൻ തീർച്ചയായിട്ടും ആ റെസിപ്പി ഇടാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇഞ്ചിമ്പുളി ഇല്ലേ, ഇഞ്ചിമ്പുളിയുടെ ഒക്കെ തന്നെ ഏകദേശം ടേസ്റ്റ് വരുന്നൊരു ചട്നിയാണത്. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ഞാൻ കുറേ നാളുകളായി ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നത്. ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഈ ദോശ ഇവിടെ. എനിക്കിത് വാഷഫിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നന്നായി ഗോൾഡൻ കളർ ആവണമെന്നുണ്ടെങ്കിൽ ചെറിയ തീയിലിട്ടതിന് ശേഷം സമയം എടുത്തും കണ്ടിട്ട് ഇതങ്ങ് കുക്ക് ചെയ്യണം. പിന്നെ ദോശമാവ് ഞാൻ നല്ല നൈസായിട്ടാണ് അരച്ചിരിക്കുന്നത്. ഒട്ടും തരിയില്ലാതെ വളരെ നൈസായിട്ടാണ് അരച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ മസാല ദോശ ഫില്ലിംഗ് പോലെ എന്ത് ഫില്ലിംഗ് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ മസാല ദോശയായിട്ട് മാറും. പെസരിട്ട് മസാല ദോശ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ടെങ്കിൽ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ തന്നെ വിട്ട് വരുന്നുണ്ട്, നല്ല ക്രിസ്പി ആവുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നല്ല സ്പൈസി ആയിട്ടുള്ള ചട്നിയാണ് ഏറ്റവും നല്ലത് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം തക്കാളി ചട്നിയാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള തക്കാളി ചട്നിയാണ് എൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞതിൻ്റെ കൂടെ. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചട്നി വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇത് തിരിച്ചിടണമെന്ന് ഒരു ആവശ്യമില്ല, കാരണം ഓൾറെഡി ഈ ഭാഗത്തൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. വേണമെങ്കിൽ മാത്രം നിങ്ങൾക്കൊന്ന് തിരിച്ചിടാം, പക്ഷേ ഞാൻ തിരിച്ചിടുന്നില്ല. ഞാൻ ജസ്റ്റ് മടക്കുകയാണ്. അടുത്ത ദോശ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കാം. അപ്പോൾ അടുത്ത ദോശയ്ക്ക് വേണ്ടി കഴിഞ്ഞിട്ട് നമ്മൾ മാവ് ഒഴിക്കുന്നേക്കാൾ മുൻപായിട്ട് ഒരു നല്ല നനഞ്ഞ തുണി വെച്ചിട്ട് ഇതൊന്ന് തുടച്ചു കൊടുക്കണം. കാരണം ഒരുപാട് ചൂടുണ്ടാവാൻ പാടില്ല നമ്മുടെ തവയ്ക്ക്. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ തവയിൽ ഈ മാവങ്ങ് ഒട്ടിപ്പിടിക്കും. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നില്ലെങ്കിൽ വെള്ളം തെളിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ നനഞ്ഞ തുണി വെച്ചിട്ട് അങ്ങ് നന്നായി അങ്ങ് തുടച്ചു കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ചെറിയ തീയിൽ വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും മാവ് ഒഴിച്ചങ്ങ് പരത്തി കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം ചെറിയ ചൂടേ ഉള്ളൂ തവയ്ക്ക്. അപ്പോൾ വീണ്ടും നമുക്ക് കുറച്ച് മാവങ്ങ് ഒഴിക്കാം, അങ്ങ് പരത്താം. എന്നിട്ട് ആ ഒരു ബ്രൈറ്റ് കളറൊന്ന് പോയി ലൈറ്റ് ഷെയ്ഡ് ആവുന്ന സമയത്താണ് നമ്മൾക്ക് ഇതിലോട്ടുള്ള എണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ദോശയും ഉണ്ടാക്കിയെടുക്കുക. ബാക്കിയുള്ള മാവാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഓക്കെ, ഇതിൻ്റെ കൂടെ ഞാൻ സെർവ് ചെയ്യാൻ പോകുന്നത് തക്കാളി ചട്നി, അതുപോലെ തന്നെ തേങ്ങ ചട്നിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഏത് ചട്നിയാണോ അതിൻ്റെ കൂടെ സെർവ് ചെയ്യാം. ഞാൻ ഫോട്ടോ എടുത്തതിന് ശേഷം കൊണ്ടുവരാം. അതിനുശേഷം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഇതാ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെസരട്ട് ദോശ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ കുറച്ച് തക്കാളി ചട്നി ഇട്ട് കൊടുക്കുക. തക്കാളി ചട്നിയുടെയും വെള്ള ചട്നിയുടെയും, അതായത് തേങ്ങ ചട്നിയുടെയും റെസിപ്പി വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തേങ്ങ ചട്നീനേക്കാളും എനിക്ക് ഫേവറേറ്റ് ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് തക്കാളി ചട്നിയാണ് കേട്ടോ. കൊള്ളാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. എളുപ്പമാണ് തയ്യാറാക്കാൻ, ആ സമയം അത്രയും ഹെൽത്തിയാണ്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. Well, my mom is making a video about പെസരട്ട് ദോശ. yeah, whatever. It's supposed to be green dosha. Love the chutney. The chutney is like lit. അപ്പോൾ നമ്മൾ എണ്ണ തട്ടി കൊടുക്കുക. പിന്നെ ചൂടെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. ഹൈ ഫ്ലെയിമിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങ് ബ്രൗൺ കളർ ആകുമ്പോൾ പക്ഷേ ഉള്ളിൽ അങ്ങോട്ടും തന്നെ കുക്കായിട്ടുണ്ടാവില്ല. ആ കാര്യം മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇതൊരു ഹെൽത്തി വേർഷനാണ്. എൻ്റെ മോനൊന്നും വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ അവൻ എൻ്റെ ചട്നി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചട്നി വേറെ ദിവസം ഞാൻ തീർച്ചയായിട്ടും ഇടാം.